നമ്മൾ ഒരിക്കൽ കൂടി കണ്ടുമുട്ടുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇരു മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് അടുത്ത ആഴ്ചയോടുകൂടി പൂർത്തിയാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. നോക്കൂ, ശ്രീ എ എം ആരിഫ്, തുടങ്ങുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അഭിമാന നേട്ടമായിരുന്നു ആലപ്പുഴയിലെ വിജയമെന്ന് പറയുന്നത്. പരിപൂർണമായും LDF തറപറ്റിയ ഒരു ഇലക്ഷനാണ് 2019 നടന്നത്. CPM-ൻ്റെ മുഖം രക്ഷിച്ചത്, ഇടതുപക്ഷത്തിൻ്റെ മുഖം രക്ഷിച്ചത് എ എം ആരിഫാണ്. നമ്മളിപ്പോൾ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയത്തിനും ഇടവരാത്ത വിധത്തിൽ എ എം ആരിഫിനെ നേരത്തെ തന്നെ ലോഞ്ച് ചെയ്യാൻ LDF-നും CPM-നും ബാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ ആലപ്പുഴയിൽ ആരായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നതൊരു സജീവ ചർച്ചാ വിഷയമാകുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഒന്ന്. അക്കാര്യത്തിൽ പാർട്ടിക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടോ? കാരണം വെച്ചാൽ ആകപ്പാടെ അവർക്കുള്ള ഒരേ ഒരു MP എന്ന് പറയുന്നത് ആരിഫാണ്. ആരിഫിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യം തന്നെയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച വരുന്നത്? അല്ല, അങ്ങനെ ഒരു ചർച്ച ഉള്ളതായിട്ട് എനിക്കറിയില്ല. ആലപ്പുഴയിൽ പാർട്ടി എന്നെ മത്സരിപ്പിക്കണമെന്നോ മത്സരിപ്പിക്കേണ്ടെന്നോ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സമയമായിട്ടില്ല. കാരണം അതിന് പാർട്ടി സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വം നിർദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവേണ്ടതുള്ളൂ. പിന്നെ എന്താ പറയുക, 20 സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഉള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം നടത്തുമ്പോൾ അതിന് ഓരോ മണ്ഡലത്തിലേക്കും ഉള്ള ഓരോ സ്ട്രാറ്റജിയാണ് അവർ ആവിഷ്കരിക്കുന്നത്. അതിൽ ഒരു സ്ട്രാറ്റജിയാണ് ഇങ്ങനെ ആരിഫിനെ നിർത്തുമോ നിർത്തത്തില്ലയോ എന്നുള്ള ഒരു പുകമറ നിർത്തുക. ഇതിലൊന്നും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഉള്ളതല്ല ഈ വിഷയം. നമ്മൾ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതൊക്കെ പാർട്ടി അവസാനമായി തീരുമാനിക്കും. അതിൽ ഇപ്പോൾ ഞാൻ 3 തവണ അസംബ്ലിയിലേക്ക് മത്സരിച്ചു, 1 തവണ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു, ജയിച്ചു. പാർട്ടിക്ക് പല മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ എല്ലാം നോക്കാതെ ഒന്നും പാർട്ടി ഈ തിരഞ്ഞെടുപ്പിൽ ഒരു മാനദണ്ഡം മാത്രമേ ആരിഫുമായി ബന്ധപ്പെട്ടുള്ളൂ. 2019 താങ്കൾ ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. താങ്കൾ മാത്രമാണ് വിജയിച്ച LDF-ൻ്റെ MP. ആ അർത്ഥത്തിൽ ഒറ്റ മാനദണ്ഡമേ ആരിഫിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിനുള്ളൂ, CPM-നുള്ളൂ. വിജയിച്ച ആ MP-യെ അവിടെ തന്നെ മത്സരിപ്പിക്കുക. അതിനൊരു കൺഫ്യൂഷനും ഇല്ലാതെ എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്താൽ അത്രയും പെട്ടെന്ന് ആരിഫിന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് പോകാം. അത്തരം ആക്ടിവിറ്റീസ് ഒരു ഒരു അഡ്വാൻറ്റേജ് നൽകും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കി തരേണ്ടതായിരുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു കാര്യം കൂടി ചോദിച്ചോളാം. ഈ പറയുന്ന ഈ ആരിഫ് ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ അവിടെ സ്ഥാനാർത്ഥികളെന്നുള്ളത് UDF സൃഷ്ടിക്കുന്ന ഒരു പുകമറയാണോ അതോ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പുകമറയാണോ? അത്തരം ഒരു ആശയക്കുഴപ്പത്തിനും ഇപ്പോൾ പ്രസക്തി ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്? നിശ്ചയമായും താങ്കൾ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കും എന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത് 20 പാർലമെൻറ്റ് സീറ്റും LDF CPM നയിച്ച മുന്നണി തോറ്റ അനുഭവം 77-ലുണ്ട്. അത് കഴിഞ്ഞ് 3 പേർ മാത്രം ജയിച്ച അനുഭവമുണ്ട്. സുരേഷ് കുറുപ്പും മറ്റുമൊക്കെ ജയിക്കുന്ന സമയത്ത്, ആഞ്ചലൂസും മറ്റും ജയിക്കുന്ന സമയത്ത് ഘടകകക്ഷികളല്ല 3 പേരാണ് അന്ന് ജയിച്ചത്, 3 പേര് വീതം. അപ്പോൾ 20 തോറ്റതുകൊണ്ട് 3 സീറ്റ് മാത്രം ജയിച്ച അനുഭവങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം അങ്ങനെ ജയിച്ചവരെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുക എന്നതൊന്നും ആയിരുന്നില്ല. അതിന് ഓരോരോ ഘടകങ്ങളുണ്ടതിന്. പാർട്ടി നോക്കുന്നത് ഈ 33 MLA-മാരെ മാറ്റി, ഞാൻ പറഞ്ഞപ്പോഴല്ലോ, നല്ല പെർഫോം ചെയ്ത മന്ത്രിമാരെ എല്ലാവരെയും മാറ്റി പുതിയ ടീമിനെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റേതായ ചിന്തിക്കുന്നൊരു പാർട്ടിക്ക് ആരിഫിനെ തന്നെ നിസ്സംശയം അങ്ങോട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ നമ്മൾ വാശി പിടിക്കുന്നതൊന്നും ശരിയല്ല. പാർട്ടിക്ക് അത് യുക്തമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർത്തും. മത്സരിപ്പിക്കാൻ പറയുകയാണെങ്കിൽ, മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാകും.